സർവ്വ സൗഭാഗ്യം നൽകും ചില ഗണേശ മന്ത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാ വിഘ്നങ്ങളും ദുരിതങ്ങളും അകറ്റി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന വിഘ്നേശ്വരൻ ക്ഷിപ്രപ്രസാദിയും ഭക്തജന വത്സലനുമാണ്. ശുഭകരമായ ഏത് കാര്യം തുടങ്ങുന്നതിന് മുൻപും ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ആരംഭിക്കാൻ. വിദ്യയും സമ്പത്തും അനുഗ്രഹമാകാനും ഗണേശ മന്ത്രങ്ങൾ നിത്യവും ജപിക്കാവുന്നതാണ്. ശിവപാർവതി പുത്രനെ ഭജിച്ചുകൊണ്ട് ആരംഭിക്കുന്ന എല്ലാ കാര്യങ്ങളും ശുഭകരമായി പരിവസിക്കുന്നതാണ്. ഗണപതി ഭഗവാന്റെ ചില മന്ത്രങ്ങളും അതിൻ്റെ ഫലങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യമായി വക്രതുണ്ട ഗണേശ മന്ത്രം ഗണപതിക്കായി സമർപ്പിച്ചിരിക്കുന്ന സമ്പത്ത് ആകർഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു മന്ത്രമാണ്. ഈ മന്ത്രം ഋദ്ധി ദേവിയെയും സിദ്ധി ദേവിയെയും പ്രീതിപ്പെടുത്തുന്നതിനുള്ളതാണ്. മന്ത്രം ഇതാണ്: വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദ. ഈ മന്ത്രം കഴിയുന്നത്ര തവണ നിത്യവും ജപിക്കാവുന്നതാണ്. ഒരു വ്യക്തിക്ക് അവരുടെ ക്ഷേമത്തിനിടയിലുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി വിജയത്തിലേക്ക് എത്താൻ ഈ മന്ത്രം സഹായിക്കും. ഭാഗ്യം, സമ്പത്ത്, വിജയം, സമൃദ്ധി എന്നിവയെല്ലാം ആകർഷിക്കാൻ ഈ മന്ത്രം സഹായിക്കുന്നതാണ്. അടുത്തത് ഗണേശ ഗായത്രി മന്ത്രമാണ്. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോദന്തി പ്രചോദയാത്. നിത്യവും രാവിലെ ഗണേശ ഗായത്രി മന്ത്രം ജപിക്കാവുന്നതാണ്. ഇത് ജപിക്കുന്നതിലൂടെ സൽബുദ്ധിയും വിവേകം, ധൈര്യം, സത്യസന്ധത, അറിവ് അങ്ങനെ എല്ലാ ഗുണഗണങ്ങളും നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹം കൂടെ തന്നെ ഉണ്ടാകുന്നതാണ്. അടുത്തത് ഗണപതി മൂലമന്ത്രമാണ്. ഓം ഗം ഗണപതിയേ നമ. ദുർചിന്തകളും ഭയങ്ങളും എല്ലാം അകന്ന് വിജയം സ്വന്തമാക്കാൻ ഈ മന്ത്രം നിത്യവും ജപിക്കാവുന്നതാണ്. ഏതെങ്കിലും ആഗ്രഹങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ 108 തവണ രാവിലെയും വൈകിട്ടും, ഏതെങ്കിലും ഒരു കാര്യവിജയത്തിനാണെങ്കിൽ രാവിലെയും വൈകിട്ടും 108 തവണ നമ്മൾ ഈ മന്ത്രം ജപിച്ചുകൊണ്ട് തുടർച്ചയായി 41 ദിവസം ഒരു മണ്ഡലകാലം ജപിക്കുകയാണെങ്കിൽ ഏതാഗ്രഹവും ഉടൻ തന്നെ സാധിച്ചു കിട്ടുന്നതാണ്. അടുത്തതായി കാര്യവിജയത്തിന് വേണ്ടി ഏവർക്കും ചൊല്ലാവുന്ന 12 ഗണപതി മന്ത്രങ്ങളെക്കുറിച്ചാണ്. ഇത് ദ്വാദശ മന്ത്രങ്ങൾ, ഗണപതി ദ്വാദശ മന്ത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തുടങ്ങി ഈ മന്ത്രം തുടർച്ചയായി 28 ദിവസം ജപിക്കേണ്ടതുണ്ട്. മന്ത്രം ഇതാണ്: ഓം വക്രതുണ്ടായ നമ, ഓം ഏകദന്തായ നമ, ഓം കൃഷ്ണ പിംഗാക്ഷായ നമ, ഓം ഗജവക്രതായ നമ, ഓം ലംബോദരായ നമ, ഓം വികടായ നമ, ഓം വിഘ്നരാജായ നമ, ഓം ധൂമ്രവർണായ നമ, ഓം ഫാലചന്ദ്രായ നമ, ഓം വിനായകായ നമ, ഓം ഗണപതിയേ നമ, ഓം ഗജാനനായ നമ. ഗണപതി ഭഗവാന്റെ 12 മന്ത്രങ്ങളാണ്. ദിവസവും 3 നേരം ഈ 12 മന്ത്രങ്ങളും ഒരു തവണയെങ്കിലും ജപിക്കുക. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഏതൊരു കാര്യവും തടസ്സങ്ങളൊന്നും കൂടാതെ ഏതൊരു കാര്യവും വിജയത്തിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഗണപതി ഭഗവാന്റെ കുറച്ച് മന്ത്രങ്ങളെക്കുറിച്ചായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. എല്ലാവരുടെയും കുടുംബത്തിൽ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.